ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം മുതൽ വിവരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അജിതജിത സമമതിഭി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവതാ വിജിതാസ്തേപി ച ഭജതാം അകാം ആത്മാനാം യ ആത്മദോതി കരുണഃ. അകാം ആത്മാനാം, അകാമാം ആണ് വാക്ക്. അകാമാം ആത്മാനം, ആഗ്രഹം ഇല്ലാത്തവരായ ആത്മാക്കൾ. കാമമില്ലാത്ത, ആഗ്രഹമില്ലാത്തതായ ആളുകൾ എന്നുള്ള അർത്ഥമാണ്. അകാം ആത്മാനം, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഭജതാം നാക്കുക, എന്നിട്ട് മാ വെട്ടിയിട്ട് ആയാക്കുക. ആ കാമമില്ലാത്ത. അജിത സമമതിഭി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവതാ വിജിതാസ്തേപി ച ഭജതാം അകാം ആത്മാനാം യ ആത്മദോതി കരുണഃ. ആരാണ് അജിത? ഇരിക്കുന്നുവോ ജിതാത്മഭി, ജയിക്കപ്പെട്ട ആത്മാവിനോട് കൂടിയ സമമതിഭി, സമബുദ്ധി, സമമതിഭി, സമമായ ബുദ്ധിയോട് കൂടിയവരുമായ സാധുക്കളാൽ ഭവാൻ ജിത, അങ്ങ് ജയിക്കപ്പെട്ടിരിക്കുന്നു. തേപി അവരും, അവരും ഭവാനാൽ വിജിത ജയിക്കപ്പെട്ടിരിക്കുന്നു. ആകാമാനം ആഗ്രഹം ഒന്നുമില്ലാത്തവരായ ഭജിക്കുന്നവരുടെ നേരെ അതികരുണ വളരെയധികം കരുണയോട് കൂടിയ യാതൊരുവൻ ആത്മാവിനെ നൽകുന്നവനുമാകുന്നു. ഒന്നുമില്ല. പ്രത്യേകിച്ച് ചിത്രകേതു പറയുകയാണ്, ഭഗവാനെ നിന്തിരുവടിയുടെ ജയിക്കപ്പെട്ടിരിക്കുന്ന നിന്തിരുവടിയെ മനസ്സിനെ അടക്കിയവരും, എന്നിട്ട് മനസ്സിനെ എല്ലാ നിയന്ത്രണങ്ങളോടും, മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ അവനവൻ തന്നെ പിടിക്കുന്നത്, അതായത് മനസ്സിനെ വെറുതെ അലയാൻ വിടാതെ വേറെ കാര്യങ്ങൾ വ്യാപരിക്കാതെ വിടുന്ന ആൾക്കാർ, എല്ലാം സമഭാവനയോട് കാണുന്നവരുമായ ഭക്തന്മാർ, ഒന്നിനെയും ആഗ്രഹിക്കാത്ത അവരെ നിന്തിരുവടിയും വശീകരിക്കുന്നു. കാരണം അങ്ങനെയുള്ളവരെ ആ സാധുക്കളെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഭഗവാനെ ഒരു സ്തുതിയാണ് ചിത്രകേതുവിൻ്റെ. തവ വിഭവ ഖലു ഭഗവൻ ജഗദുദയസ്ഥിതി ലയാദീനി വിശ്വസൃജസ്തേം ശാംശാഹ. ശാഹ എന്ന് എഴുതുക, എന്നിട്ട് പിന്നെ സ വെട്ടിയിട്ട് തത്ര മൃഷ സ്പർദ്ധന്തേ പൃഥഗഭിമത്യാം. തവ വിഭവ ഖലു ഭഗവൻ ജഗദുദയസ്ഥിതി ലയാദീനി. ആ ഉൽപ്പത്തി ഉണ്ടാകുന്നു, സ്ഥിതി പിന്നെ സംഹാരം, ലയനമാണ്. ലയാദീനി വിഭവ ഖലു, അങ്ങനെ മഹിമ തന്നെ. ജഗദുദ്ഭവ സ്ഥിതി ലയാദീനി, അതിന് 3 കാര്യങ്ങളും. ജഗതിൻ്റെ ഉദ്ഭവം, ഉദയം, സ്ഥിതി, ലയനം. ഇത് വിശ്വസൃജസ്തേമ അംശ വിശ്വസൃജ അംശാംശ എന്നാണ്. വിശ്വസൃജ തേ അംശാംശ. അപ്പോൾ ഒന്നിച്ച് വായിച്ചാൽ മതി. അത് വേറെ എവിടെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്നിച്ച് വായിക്കണമെന്നേ ഉള്ളൂ. വിശ്വസൃജസ്തേം അംശാംശ എന്നാണ് വാക്ക്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. വ്യർത്ഥമായി സ്പർദ്ധിക്കുന്നു. പൃഥക് അഭിമാനം നിമിത്തം മൃഷാസ്പർദ്ധന്തേ, വെറുതെ ഒരു ആവശ്യവുമില്ലാതെ സ്പർദ്ധ കാണിക്കുന്നു. ഭേദഭാവങ്ങൾ വരുന്നു. അതായത് എല്ലാവരെയും തന്നെ അങ്ങയുടെ മായാശക്തി മോഹിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഭേദഭാവം ഉണ്ടാകുന്നു. ഞാനെന്നും നീയെന്നോ അവനെന്നോ അവളെന്നോ ഒക്കെയുള്ള ഭാവം ഉണ്ടാകുന്നു. അത് നിമിത്തം അവർ അന്യോന്യം സ്പർദ്ധ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. പരമാണു പരമമഹതോ
ത്വമാദ്യന്ത അന്തരവർത്തി മഹതോഹോ എന്നങ്ങ് വായിച്ചാൽ വായിക്കാതിരിക്കാം. പരമാണു പരമമഹതോ, പരമ കഴിഞ്ഞ ചെറിയ കോമായിട്ട് 2 മാ വരുന്നതുകൊണ്ട് പരമാണു പരമമഹതോ ആദ്യന്താന്തരവർത്തി, ആദ്യന്താന്തരവർത്തി, ആദിയിലും അന്തത്തിലും അവസാനത്തിലും മധ്യത്തിലും അന്തരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, അന്തരവർത്തി വർത്തിക്കുന്നവൻ. അന്തരവർത്തി 2 എന്തായുണ്ട്, അന്തരവർത്തി, അന്തരവർത്തി. ത്വമാദ്യാന്തരവർത്തി ത്രയവിധുര വന്ദേ ബിജസത്വാനാം യദ്ധ്രുവം തദേവാന്തരാളേപി. പരമാണുവിൻ്റെ പരമമായ മഹത്തിൻ്റെയും അന്താന്തരവർത്തി, ആദിയിലും അവസാനത്തിലും മധ്യത്തിലും വർത്തിക്കുന്നവൻ. ത്രയം വിധുര, 3 ഇല്ലാതിരിക്കുന്ന ത്വം, നീ തിരുവടിയാണ്. എല്ലാം ഭഗവാനാണെന്നുള്ളൊരു ഭഗവാന്റെ ഒരു സ്തുതിയാണത്. സത്വങ്ങളുടെ ആദിയിലും അവസാനത്തിലും, ആദിയിലും അന്തത്തിലും എന്നുള്ളതിനാണ്. യദ്ധ്രുവം, യാതൊരു ഒന്ന് ധ്രുവമായി തീർച്ചയായിട്ട് സ്ഥിരമായതുണ്ടോ, അന്തരാളെ അഭി, മധ്യത്തിലും അത് തന്നെ, ഒന്നുമില്ല കേട്ടോ. അത് ആ ഭഗവാന്റെ ആ വലിയ മഹിമ, അതായത് ഞാനും നീയും രണ്ടല്ല ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ, തിരിച്ചറിവ് ഭഗവാനെ എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞ് സ്തുതിക്കുന്നതാണ്. ക്ഷിത്യാദിഭിരേഷ കിലാവൃത സപ്തഭിർ ദശഗുണോത്തരൈര് അണ്ഡകോശഃ യത്ര പതത്യണുകൽപ്പ സഹ അണ്ഡകോടിഭിസ്തദനന്തഃ. അണ്ഡകോടി ഒരുപാട് 10 ഇരട്ടി വലിപ്പമുള്ള ദശഗുണോത്തരൈ, ക്ഷിതി ആദി ഭൂമി മുതലായ 7 പദാർത്ഥങ്ങൾ, 7 പദാർത്ഥങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡകോശം അണുതുല്യമായിട്ട് പതിക്കുന്നുവോ അത് അപരിച്ഛിന്നമാകുന്നു. യാതൊരു പരമാണു ആണോ ചുറ്റിത്തിരിയുന്നത് ആ വസ്തു ദേശപരിച്ഛേദമില്ലാത്തതിനാൽ അനന്തമാകുന്നു. അത്രയുള്ള അർത്ഥം. അത് അർത്ഥമൊന്നും നിങ്ങൾ വായിക്കണ്ട. മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പിന്നെ ഒരു സ്തുതിയല്ല, ഒരു മന്ത്രമുണ്ടല്ലോ, നാരദർ ഉപദേശിച്ച് കൊടുക്കുന്ന മന്ത്രം, അതുപോലെ തന്നെ കണ്ടാൽ മതി ഇതിനെ. അത് ഒരു സ്തുതി പോലെയാണ് അതും. അത് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ദിവസം കൊണ്ട് പിന്നെ പഞ്ചരാത്രം അതിനകത്തുള്ളതാണെന്ന് പറയുന്നുണ്ട്. അത് നാരദ പഞ്ചരാത്രത്തിലുണ്ടത്. ആ ഒരു സ്തുതി പോലെ കരുതിയാൽ മതി. വിദ്യ ഉപദേശിച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിദ്യ എന്ന് പറഞ്ഞാൽ ആ മന്ത്രം ചൊല്ലിയുള്ള ഉപാസനയാണ്. അതുപോലെ തന്നെ ഇതും കരുതിയാൽ മതി. അതുപോലെ നമുക്ക് പറഞ്ഞു പോകാം, അതതിൻ്റെ ശരി. അല്ല നിങ്ങളിതെല്ലാം കൂടെ കേട്ടിട്ട് എന്താ എന്നറിഞ്ഞുകൂടാ, കഥയ്ക്ക് മാത്രം നമുക്ക് പറയാം. ഇങ്ങനത്തെ സ്തുതികൾ നമുക്ക് പോയാലും മതി. സഹ അണ്ഡകോടിഭിസ്തദനന്തഃ വിഷയതൃശോ നരപശവോ യ ഉപാസതേ വിഭൂതിർ ന പരം ത്വാം തേഷാം ആശിഷയീശ തദനു വിനശ്യന്തി യഥാരാജകുലം. അതിനകത്തൊന്നുമില്ല. വിഷയതൃശോ നരപശവോ യ ഉപാസതേ വിഭൂതിർന പരം ത്വാം തേഷാം ആശിഷയീശ തദനു വിനശ്യന്തി യഥാരാജകുലം. കാമധിയസ്ത്വയി രചിത ന പരമരോഹന്തി യഥാ കരംഭ ബീജാനി ജ്ഞാനാത്മന്യഗുണമയേ ജ്ഞാനാത്മനി അഗുണമയേ. അപ്പം അഗുണമയേ എന്ന് തന്നെയാണ് വാക്ക്. ജ്ഞാനാത്മനി അഗുണമയേ ഗുണഗണതോസ്യ ദ്വന്ദ്വജാലാനി കാമധിയസ്ത്വയി രചിത ന പരമ രോഹന്തി യഥാ കരംഭ ബീജാനി ജ്ഞാനാത്മനി അഗുണമയേ ഗുണഗണതോസ്യ ദ്വന്ദ്വജാലാനി. ജിതമജിത
യഥാ ഭവതാ യഥാഹ ഭാഗവതം ധർമ്മമനവദ്യം നിഷ്കിഞ്ചനായേ മുനയോ ആത്മാരാമായം ഉപാസതേ പവർഗായ ഒന്നും തിരുത്താനില്ല ഇതിനകത്ത്. ധർമ്മം അനവദ്യം, ധർമ്മം അനവദ്യം എന്നാക്കിക്കോണമേ. അനവദ്യം എന്ന് വായിച്ചാൽ മതി, അപ്പം കിട്ടും. ജിതമജിത യഥാ ഭവതാ യഥാഹ ഭാഗവതം ധർമ്മം അനവദ്യം നിഷ്കിഞ്ചനായേ മുനയോ ആത്മാരാമായം ഉപാസതേ പവർഗായ. വിഷമ മതിർന്ന, അത് ആ വാക്ക് മുമ്പേ വന്നത് തന്നെയാണ്. വിഷമ മതിർന്ന യത്ര നൃണാം ത്വമഹമിതി മമ തവേതി ച യദന്യത്ര വിഷമധിയ രചിതോ യഃ സ ഹി അവിശുദ്ധ രചിതോ ക്ഷയിഷ്ണുർ അധർമ്മബഹുലഃ. ക്ഷയിഷ്ണുർ അധർമ്മബഹുലഃ. വിഷമധിയ രചിതോ യഃ സ ഹ്യൻ അനവത്ര സ ഹി അന്യത്ര. ശരി കിട്ടിയല്ലോ എല്ലാം. അതിനകത്തും തിരുത്താനോ പിരിച്ചെഴുതാനോ ഒന്നും യാതൊന്നും അവിടെ ഇല്ല. ഇനി അടുത്തത് കക്ഷേമോ നിജപരയോ കിയാനർത്ഥ സ്വപരദ്രുഹാധർമ്മേണ സ്വദ്രോഹാത് തപകോപഹ പരസംപീഡയാ ച തഥാധർമ്മഃ. സ്വദ്രോഹാത് കക്ഷേമോ നിജപരയോ കിയാനർത്ഥ. കിയാൻ അർത്ഥ ഏതൊരു പ്രയോജനമാണ്, കിയാൻ അർത്ഥ ഏത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരിക. അത് മുമ്പ് പറഞ്ഞതിന് തന്നെ ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നതേ ഉള്ളേ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പരസംപീഡയാച്ച തഥാധർമ്മഃ നാഭ്യഭിചരതി തവേക്ഷ യയാ ഹി അഭിഹിതോ ഭാഗവതോ ധർമ്മഃ. സ്ഥിരചര കോമ ഇട്ടോണം. സത്വകദംബേഷു അപൃഗ്ധിയോ അപൃദ്ധഗ്ധിയോ യമുപാസതേ തു ആര്യാഹ. തു ആര്യായാണ്, തു ആര്യ എന്ന് വന്നത്. തു ആര്യ നാഭ്യഭിചരതി തവേക്ഷ യയാ ഹി അഭിഹിതോ ഭാഗവതോ ധർമ്മഃ. സ്ഥിരചര സത്വകദംബേഷു അപൃദ്ധഗ്ധിയോ യമുപാസതേ തു ആര്യാഹ. നഹി ഭഗവന്നഘടിതമിദം ത്വദ്ദർശനാത് നൃണാമഖില പാപക്ഷയ. ത്വദ്ദർശനാത് നിന്റെ ദർശനം കൊണ്ട്. നൃണാമഖില പാപക്ഷയഃ എന്നാമ സകൃത് ശ്രവണാത് നിന്റെ നാമം ശ്രവിക്കുന്നത്. എന്നാമ സകൃത് ശ്രവണാത് പുൽക്കസകോപി വിമുച്യതേ സംസാരാത്. ഇതിവിടെ പറയുന്ന ഭഗവാനായുള്ള ആളെ ത്വദ്ദർശനാത് അങ്ങയുടെ ദർശനത്താൽ മനുഷ്യരും അഖില എല്ലാ പാപവും നശിക്കുന്നു. ഭവതി ഇതം ഭവിക്കുന്നുവെന്ന് ഇത്. ന ഹി കടിക്കപ്പെടാത്തതല്ല. എന്നാമ യാതൊരുവൻ്റെ നാമത്തെ സകൃത് ശ്രവണാത് ഒരിക്കൽ കേൾക്കുന്നത് കൊണ്ട് പുൽക്കസകാപി പുൽക്കസൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളനും സംസാരത്തിൽ നിന്ന് വിമുച്യതേ മോചിക്കപ്പെടുന്നു. അധ ഭഗവൻ വയമധുന ത്വദവലോക പരിമൃഷ്ട ആശയമല. അവലോക കഴിഞ്ഞ് ചെറിയൊരു പോസ് കൊടുക്കാം, ചെറിയൊരു കോമ നിങ്ങളൊന്ന് വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. സുര ഋഷിണ യദുദിതം താവകേന കഥം അന്യഥാ ഭവതി. വിദിതമനന്ത സമസ്തം തവ ജഗദാത്മനോ ജനൈരിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോ കിയദിവ സവിതുരിവ ഖദ്യോതൈഃ. വിദിതമനന്ത സമസ്തം തവ ജഗദാത്മനോ ജനൈരിഹാചരിതം
വിജ്ഞാപ്യം പരമഗുരോ കിയദിവ സവിതുരിവ സവിതുരിവ. സവിതുരിവ സവിതുരിവ സവിതുർ ഖദ്യോദൈഹി. മിന്നാമിനുങ്ങൾ സൂര്യൻ്റെ മുന്നിൽ ഖദ്യോതം, അത് നമുക്കറിയാം, ഞാൻ പറഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിന്നാമിനുങ്ങളാൽ എന്ന പോലെ കിയത് അറിയുവാൻ തക്കതായിട്ട് എന്തുണ്ട് എന്നാണ്. നാരദമുനിയുടെ കാരുണ്യത്താൽ ഞാൻ വളരെ കൃതാർത്ഥനായി, എനിക്ക് എല്ലാം സാധിച്ചു കിട്ടി എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഈ സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന അങ്ങ് ഭഗവാൻ ജനങ്ങളുടെ സകല പ്രവൃത്തികളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് പറയാൻ നിഷേധിക്കാൻ പറ്റില്ല. ഭഗവാൻ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും അറിയുന്നുണ്ട്. എങ്ങനെയാണ് അറിയുന്നത്? എവിടെ ഇരുന്ന് കാണും? നമ്മൾ പറയും മുകളിലിരിപ്പുണ്ട്. മുകളിലല്ലേ ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഭഗവാൻ. അപ്പം നമ്മളിലിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ ആത്മാവിനറിയാമല്ലോ ഞാൻ ചെയ്ത കുഴപ്പം. വേറെ ആർക്കും അറിയാൻ മേലേലും നമ്മൾ പറയില്ലേ, വേറെ ആർക്കും അറിയാൻ മേലില്ല, അവനറിയാം ചെയ്ത കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അല്ലാത്തത് നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാതെ പോകും. ചിലപ്പോൾ ചില വാക്കുകൾ നമ്മളിൽ നിന്ന് വരുന്നത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ശൈലിയായിരിക്കാം അത്, ആ രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചതായിരിക്കാം. ആ ആൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അറിയാതെ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ദോഷപ്രവൃത്തി നമ്മളറിയാതെ നടക്കുന്ന വഴിക്കോ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് വന്നിരിക്കുന്ന കൊതുകിനെയോ അല്ലെ എന്തെങ്കിലും ജീവികൾ വന്നിരുന്നാൽ അതിനെ ചിലപ്പോൾ അടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചത്തുപോയി കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാ, നമ്മൾ പ്രത്യേകം ഓർക്കാതെയാണ് ചെയ്യുന്നത്. അതൊരു പാപം തന്നെയാണ്, പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു സാക്ഷിയായിട്ടൊന്നുണ്ട് അല്ലേ, സാക്ഷിയായിട്ടൊന്നിരിപ്പുണ്ട്. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ അറിയുന്നുണ്ട്. ആ ഞാൻ ആരാണ്? അതാണ് ഭഗവാൻ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും, ഒരാളിനെ നമുക്ക് മറയ്ക്കാൻ പറ്റില്ലെന്ന്. ഈശ്വരനെ മറയ്ക്കാൻ പറ്റില്ല. ശരിയാ. എന്തുകൊണ്ടാണ്? ഈശ്വരൻ എന്നിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരനറിയാം. അതുകൊണ്ട് അപ്പോൾ ആത്മാവായിരിക്കുന്ന നിന്ദുരുടെ സകല പ്രവൃത്തികൾക്കും സാക്ഷിയായി ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുന്നു. പരമഗുരുവായിരിക്കുന്ന അങ്ങയെ അറിയിക്കേണ്ടതായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങ് പരമഗുരുവാണ്, അങ്ങയെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതൊന്നുമില്ല, സ്തുതിക്കേണ്ടതുമില്ലെന്ന്. ഇത്ര സ്തുതിച്ച് കഴിഞ്ഞപ്പോഴും ഓർക്കുന്നേ, സൂര്യൻ്റെ മുമ്പാകെയുള്ള പദാർത്ഥങ്ങളെ മിന്നാമിനുങ്ങൾ പ്രത്യേകിച്ച് എന്ന് പ്രകാശിപ്പിക്കേണ്ടല്ലോ എന്നാണ്. സവിതു എന്ന് പറഞ്ഞാൽ സവിതു രവി. നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, രാമായണത്തിൽ വായിക്കുന്നുണ്ട്, ആദിത്യ ഹൃദയത്തിന് മുമ്പ് അതിനകത്ത് ഈ സവിതു വരുന്നുണ്ട്. ഒരുപാട് സൂര്യൻ്റെ പര്യായങ്ങൾ അതിനകത്തുള്ള ഒന്ന്. കിയ ദിവ സവിതു ഇവ സവിതുഹു ഇവ സവിതു സവിതുർ എന്ന് പറഞ്ഞോണം. അപ്പം സവിതു ഇവ ഖദ്യോദൈഹി, അതൊന്ന് ശരിയാക്കിക്കോണേ. കിയ ദിവ സവിതുർ ഇവ ഖദ്യോദൈഹി സകല നമസ്തുഭ്യം ഭഗവതേ സകല ജഗസ്ഥിതിലയോദയേശായ. മുമ്പേ പറഞ്ഞ വാക്കുകളാണ്. ജഗത് സ്ഥിതി ലയോദശേയായ സകല ജഗസ്ഥിതി ലയോദയേശായ. ലോകങ്ങളുടെയും രക്ഷാ സംഹാര ഉദയം. സ്ഥിതിലയ ഉദയേശായ. ഉദയം. സകല ജഗസ്ഥിതി ലയ ഉദയേശായ. ലയം എന്ന് പറഞ്ഞാൽ ലയിക്കുക, സംഹാരം. ലയോ ഉദയേശായ. ഒന്നിച്ച് വായിച്ചാലും മതി. യോ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ. സകല ജഗസ്ഥിതി ലയോദയേശായ. ഉദയേശായ എന്നാണത്. സ്ഥിതി ലയ ഉദയേശായ. ദുരവസിത ആത്മഗതയെ കുയോഗിനാംഭിത പരമഹംസായാം. അവിടെ ആ ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ. സകല സ്ഥിതി ജഗത് സ്ഥിതി ലയ ഉദയേശായ. ഇവിടെ അതേ ഉള്ളൂ. യം വൈ ശ്വസന്തമനുവ വിശ്വസൃജ ശ്വസന്തി
യം ചേകിതാനമനുചിത്തയ ഉച്ചഗന്ധി ഭൂമണ്ഡലം സർഷപായതി. നോക്കിക്കോട്ടെ, അതൊന്ന് വൃത്തിയായിട്ട് ഇത് എങ്ങനെയാലും പ്രത്യേക. സർഷപായതി അതായത് കടുകിൻ്റെ മണിയെപ്പോലെ ഇരിക്കുന്ന, കടുകുമണി പോലെ ഇരിക്കുന്ന. ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധ്നി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നേ. ആരാ? ശേഷനോടാണ് ഈ ഭഗവാനെ നമ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. നമ അസ്തു എന്നാണ് നമോസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അർത്ഥം മനസ്സിലാക്കിക്കോണം. നമോസ്തു ഭഗവതേസ്തു അസ്തു നമ, ഭഗവാനായിക്കൊണ്ട്. നമോ ഭഗവതേസ്തു, ഭഗവാനായിക്കൊണ്ട്. നമ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. അപ്പം ഒരു കടുകുമണി പോലെയാണ് ഈ ഭൂമി ആരുടെ തലയിൽ? ശേഷൻ്റെ തലയിലിരിക്കുന്നത്. അതേ പറയുന്നുള്ളൂ. അതിനാണ് സപാർഷയതി, കടുക്. അവിടെ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചു കേട്ടോ. അതൊരു വാക്കാണ്. അത് നമ്മൾ പറയാത്ത വാക്കും നമുക്കറിയാത്ത വാക്കുമാണ് കടുകുമണി. സർഷപായതി യസ്യ മൂർധ്നി തസ്മൈ. ഇതാരോടാണ് ഈ ചിത്രകേതു പറയുന്നത്? ചിത്രകേതു ഭഗവാൻ ശേഷൻ്റെ അടുത്താണ് ചെല്ലുന്നത്. ശേഷനോടാണ് ഇതൊക്കെ പറയുന്നത്. അത് ഓർത്തോണേ, ശേഷനോടുള്ള ഇതാണെന്ന്. യം വൈശ്വസന്തമനു വിശ്വസൃതശ്വസന്തി യം ചേകിതാനമനുചിത്തയ ഉച്ചഗന്ധി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധ്നി. മൂർധാവിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയാണ് ധരിച്ചിരിക്കുന്ന? കടുകുമണി പോലെ ഭഗവാൻ ശേഷന് ഭൂമിയുള്ളൂ. തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നേ. സഹസ്ര ശിരസോട് കൂടിയവനെ എന്നാണ് വിളിക്കുന്നത്. ശ്രീശുക ഉവാച സംസ്തുതോ ഭഗവാനേവം അനന്തസ്തമഭാഷത. അവിടെ ഒന്ന് ഇതാക്കിക്കണം. ഏവം എന്നിട്ട് മാ വെട്ടിയിട്ട് അനന്താസ്ത, രണ്ടാമത്തെ പാദം. സംസ്തുതോ ഭഗവാനേവം അനന്തസ്തമഭാഷത വിദ്യാധരപതിം പ്രീതഃ. അവിടെയും പ്രീതഃ എന്നാക്കുക. പിന്നെ ചിത്രകേതു, വെറും ചാമതി. ചിത്രകേതും കുരുദ്വഹാം. സംസ്തുതോ ഭഗവാനേവം അനന്തസ്തമഭാഷത വിദ്യാധരപതിം പ്രീതഃ ചിത്രകേതും കുരുദ്വഹാം. കുരുദ്വഹ എന്ന് വിളിക്കുന്നത് പരീക്ഷത്തിനോടാണ്. ശ്രീശുഖം പറയാം, പരീക്ഷത്തെ ഇങ്ങനെ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ അനന്ത ഭഗവാൻ പ്രീത സന്തുഷ്ടനായിട്ട് വിദ്യാധരപതിം, ആ വിദ്യാധര ശ്രേഷ്ഠനായ ആ ചിത്രകേതുവിനോട് ആ ഭാഷത ചോദിച്ചു. ശ്രീ ഭഗവാനുവാച. ആരാ ഇവിടെ? ശേഷനാണ്. ഇതൊന്ന് നിങ്ങൾ കോമായിൽ എഴുതിയിട്ടു. ശേഷഭഗവാനാണ്. ഇന്ന് മഹാവിഷ്ണുവിനോടല്ല, ശേഷഭഗവാനാണ് പിന്നെ ചിത്രകേതുവിൻ്റെ ഉപാസനാമൂർത്തി. എന്നാരദാംഗിരോഭ്യാം തേ വ്യാഹൃതം മേനുശാസനം സംസിദ്ധോസി തയാ രാജൻ വിദ്യയാ ദർശനാച്ചമേ. അല്ലയോ രാജാവേ, നാരദ അങ്കിരോഭ്യാം, അങ്കിരോസും നാരദനാലും അങ്കിരസിനാലും യതുമേ അനുശാസനം, എൻ്റെ യാതൊരു ഉപദേശം തേ വ്യാഹൃതം അങ്ങേക്കായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടുവോ ആ വിദ്യ കൊണ്ടും എൻ്റെ ദർശനം കൊണ്ടും ദർശനാത് എൻ്റെ ദർശനം കൊണ്ടും സംസിദ്ധാസി അത്യന്തം സിദ്ധനായിരിക്കുന്നു നീ എന്ന് ഭഗവാൻ പിന്നെ പറഞ്ഞു. അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവന ശബ്ദബ്രഹ്മം പരം ബ്രഹ്മ മമോഭേ ശാശ്വതീതനു. എല്ലാ ഭൂതങ്ങളും അഹം വൈ ഞാൻ തന്നെയാണ് എല്ലാ ഭൂതങ്ങളും. ഈ പഞ്ചഭൂതങ്ങളും ഞാൻ തന്നെയാണ്. ഭൂതങ്ങളിൽ ആത്മാവും ഭൂതഭാവന ഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ശബ്ദബ്രഹ്മവും പരബ്രഹ്മവും സർവകാരണമായ ബ്രഹ്മവും ഉഭേ രണ്ടും മമോഭേ ശാശ്വതീതനു എൻ്റെ ശാശ്വതീതൻ നിത്യങ്ങളായ രണ്ട് മൂർത്തികളാണ്. ബ്രഹ്മവും ഈ പരബ്രഹ്മവും ശബ്ദബ്രഹ്മവും ഈ ഉഭേ എന്നാണ് കേട്ടോ. മമോഭേ എന്നുള്ളത് മമ ഉഭേ. അത് വേണേൽ പിരിച്ച് നമ്മൾ എഴുതണമെങ്കിൽ വേറെ ബ്രാക്കറ്റിൽ എഴുതിക്കോ. മമ അധികം ഉഭേ. ഉഭേ എന്ന് പറഞ്ഞാൽ രണ്ട്, ഉഭയകക്ഷി എന്ന് പറയല്ലേ.
ഉഭയജീവികൾ എന്ന് വെച്ചാൽ വെള്ളത്തിലും കരയ്ക്കും ജീവിക്കുന്നു, രണ്ടിലും ജീവിക്കുന്നത് എന്നുള്ള ഉഭ എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. മമ ഉഭേ ലോകേ വിതതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ചൈവോഭയം കൃതം. അതും ഉഭയം തന്നെയാണ്. ലോകേ വിതതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ചൈവോഭയം കൃതം. ഈ ലോകത്തിൽ വിതതമാത്മൻ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെയും ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്ന ലോകത്തെയും ഉഭയം രണ്ടും മയാ വ്യാപ്തം എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഈ രണ്ടും മയി കൃതം എന്നിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായും മനസ്സിലാക്കിയാലും പശ്യ എന്ന് പറഞ്ഞാൽ കണ്ടാലും അതിനെ മനസ്സിലാക്കിയാലും കണ്ടാലും അങ്ങനെ തന്നെ കാണുക. യഥാ സുഷുപ്ത പുരുഷോ വിശ്വം പശ്യതി ചാത്മനി ആത്മാനമേകദേശസ്ഥം മന്യത്തെ സ്വപ്നോദ്ധിതഃ ഏവം ജാഗരണാദീനി ജീവസ്ഥാനാനി ചാത്മനഃ മായാമാത്രാണി വിജ്ഞായ തദ്ദ്രഷ്ടാരം പരം സ്മരേത്. ഉറങ്ങുന്ന മനുഷ്യന് സ്വപ്നത്തിൽ ആത്മാവിൽ ആ ലോകത്തെ കാണുന്നു, പശ്യതി കാണുന്നു. ഉദ്ധിത ഉണർന്നവനായിട്ട് ഉദ്ധാനം ചെയ്തവന് ഉണർന്നവനായിട്ട് ആത്മാവിനെ ഏകദേശസ്ഥം ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്നവനായിട്ടും മനസ്സിലാക്കുന്നു, വേറെ മാറിയിരിക്കുന്നതായിട്ടും. മറ്റേത് സ്വപ്നത്തിൽ എല്ലായിടത്തും കാണുന്നു. ഉറങ്ങുന്ന മനുഷ്യൻ സ്വപ്നത്തിൽ ആത്മാവിൽ ലോകത്തെ കാണുന്നു. ഉണർന്നിരിക്കുന്നവനായിട്ടോ ഏകദേശസ്ഥം ഒറ്റ സ്ഥാനത്ത് ഏകദേശസ്ഥം ഒരു സ്ഥാനത്തിലിരിക്കുന്നവനായിട്ടും മന്യതയെ വിചാരിക്കുന്നു. ഇപ്രകാരം ജാഗ്രത മുതലായ ജീവസ്ഥാനങ്ങളിൽ ആത്മാവിൻ്റെ മായാമാത്രങ്ങളായിട്ട് അറിഞ്ഞ് വിജ്ഞായ അറിഞ്ഞ് തദ്ദ്രഷ്ടാരം അവയുടെ ദ്രഷ്ടാവിനെ അവയിൽ നിന്ന് ഭിന്നനായി സ്മരിക്കണം. അതായത് അത് ഒത്തിരി ഗഹനമായ ഒരു വേദാന്ത ഭാഗമാണ്. അതിൻ്റെ അർത്ഥം കേട്ടാൽ മതി, ഇത്രയേ ഉള്ളൂ. അടുത്തത് ഏന പ്രസുപ്ത പുരുഷ സ്വാപം വേദാത്മനസ്തദാ സുഖം ച നിർഗുണം ബ്രഹ്മ തം ആത്മാനം അവേഹി മാം. ഏന പ്രസുപ്ത പുരുഷ സ്വാപം വേദാത്മനസ്തദാ സുഖം ച നിർഗുണം ബ്രഹ്മ തം ആത്മാനം അവേഹി മാം. തം ആത്മാനം ഉഭയം സ്മരത പുംസഃ ഉഭയം സ്മരത പുംസ പ്രസ്വാപപ്രതിബോധയോഃ അന്വേതി വ്യതിരിച്യേത തജ്ഞാനം ബ്രഹ്മ തത്പരം. ഉഭയം സ്മരത പുംസഃ ഉഭയം സ്മരത പുംസഃ എന്ന് വായിച്ചാൽ ശരിയാവുള്ളൂ. അവിടെ 8 അക്ഷരം വന്ന പോലെ തോന്നുള്ളേ. ഉഭയം സ്മരത പുംസഃ പ്രസ്വാപപ്രതിബോധയോ അന്വേതി വ്യതിരിച്യേത തജ്ഞാനം ബ്രഹ്മ തത്പരം. ഉഭയം സ്മരത രണ്ടിനെയും സ്മരിക്കുന്ന പുരുഷൻ പ്രസ്വാപപ്രതിബോധയോ പ്രസ്വാപത്തിലും പ്രതിബോധത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അല്ലാത്തപ്പോഴും യത് അന്വേതി യാതൊന്നിനോട് ചേർന്നിരിക്കുന്നുവോ വ്യതിരിച്യേത വേർപിരിയുകയും ചെയ്യുന്നുവോ ആ ജ്ഞാനം തത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം ആ അറിവ് തത്പരം ബ്രഹ്മ ആ പരബ്രഹ്മമാകുന്നു. ഇത് ആ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ. യഥേതത് വിസ്മൃതം പുംസോ യഥേതത് വിസ്മൃതം. അത് ദ്വീന്ന് കണ്ടിട്ട് വിഷമിക്കണ്ട. യഥേതത് എന്ന് നിങ്ങൾ പറഞ്ഞോ, എന്നിട്ട് വിസ്മൃതം എന്ന് പറയുക. യഥേതത് വിസ്മൃതം പുംസോ മദ്ഭാവം ഭിന്നമാത്മനഃ തത സംസാരേ തസ്യ ദേഹാത് ദേഹോ മൃതേർ മൃതിഹി. ദേഹാത് ദേഹോ എന്ന് പറയുമ്പോൾ ദേഹാത് ദേഹോ 2 വാക്കായിട്ടാണത് പിരിച്ച് പറയേണ്ടത്. അതൊന്നിച്ച് വായിച്ചാൽ മതി. ദേഹാത് ദേഹോ മൃതേർ മൃതി. യഥേതത് വിസ്മൃതം പുംസോ മദ്ഭാവം ഭിന്നമാത്മനഃ തത സംസാര. തത കഴിഞ്ഞ് വിസർഗമുള്ളതുകൊണ്ട് സം എന്നുള്ളത് ഇരട്ടിച്ച് ഉച്ചരിക്കണം. അതോ ശ്രദ്ധിച്ചു വേണമേ, അല്ലെങ്കിൽ ആ ഒരു മാത്ര ഇവിടെ നഷ്ടപ്പെടും. തത സംസാര ഏതസ്യ ദേഹാത് ദേഹോ മൃതേർമൃതീം ലബ്ധ്വേഹ മാനുഷീം യോനിം വിജ്ഞാന സംഭവാം ആത്മാനം യോ ന ബുദ്ധ്യേത ന ക്വചിത് ക്ഷേമം ആപ്നുയാത്.
ലബ്ധ്വേഹ മാനുഷീം യോനി, മാനുഷീം എന്ന് നീട്ടുണ്ട് കേട്ടോ, യോനിം അത് നീട്ടില്ല. ലബ്ധ്വേഹ മാനുഷീം യോനിം ജ്ഞാനവിജ്ഞാനസംഭവാം ആത്മാനം യോ ന ബുദ്ധ്യേത ന ക്വചിത് ക്ഷേമം ആപ്നുയാത്. ഇതര യോനികളിൽ ജനിക്കുന്നവർക്ക് വിഷയസുഖാനുഭവം സാധിക്കും. ആത്മജ്ഞാനം മനുഷ്യജന്മത്തിൽ മാത്രമേ ലഭിക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യജന്മം ലഭിച്ചവർ ആത്മജ്ഞാനം സമ്പാദിക്കാനായിട്ട് വളരെയധികം ശ്രമിക്കണം എന്നാണ് ഒരു ഉപദേശം കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. സ്മൃത്വേഹായാം പരിക്ലേശം തത ഫലവിപര്യം അഭയം ചാപ്യനീഹായാം അപി അനീഹായാം സങ്കൽപ്പാത് വിരമേത് കവി. സങ്കൽപ്പാത് വിരമേത് കവി. അദ്വി കണ്ടിട്ട് വിഷമിക്കേണ്ട. സങ്കൽപ്പാത് വിരമേത് കവി. സ്മൃത്വോഹായാം പരിക്ലേശം തത ഫലവിപര്യം അഭയം ചാപ്യനീഹായാം സങ്കൽപ്പാത് വിരമേത് കവി. അതായത് ഈ പ്രവൃത്തികളിൽ ദുഃഖത്തെയും അതിൽ നിന്ന് വിപരീത ഫലത്തെയും നിവൃത്തിയിൽ അഭയം സ്മൃത്വ മോക്ഷത്തെയും ആലോചിച്ചിട്ട് വിവേകമുള്ള മനുഷ്യർ സങ്കല്പത്താൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ദുഃഖം തരുന്നതായ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. സുഖായ ദുഃഖമോക്ഷായ കുർവാതേ ദമ്പതി ക്രിയാഃ തതോ നിവൃത്തിരപ്രാപ്തിർ ദുഃഖസ്യ ച സുഖസ്യ ച. തതോ നിവൃത്തിരപ്രാപ്തിർ അവിടെ നിർത്തണം. ദുഃഖസ്യ ച സുഖസ്യ ച എന്ന് വായിച്ചാൽ മതി. അപ്പം അക്ഷരത്തിൻ്റെ പ്രശ്നം തീരും. സുഖായ ദുഃഖമോക്ഷായ കുർവാതേ ദമ്പതി ക്രിയാഃ തതോ നിവൃത്തിരപ്രാപ്തിർ ദുഃഖസ്യ ച സുഖസ്യ ച. ഏവം വിപര്യം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനശ്ച ഗതിം സൂക്ഷ്മാം സ്ഥാനത്രയവിലക്ഷണാം. ഏവം വിപര്യം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനശ്ച ഗതിം സൂക്ഷ്മാം അവിടെ നിർത്തുക. സ്ഥാനത്രയ വിലക്ഷണാം. ദൃഷ്ടശ്രുതാഭിർമാത്രാഭിർ നിർമുക്തസ്വേന തേജസ ജ്ഞാനവിജ്ഞാനസംതൃപ്തോ മദ്ഭക്ത പുരുഷോ ഭവേത്. അതായത് പരിശമിപ്പിക്കാനുള്ള മാർഗം നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാമെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് ഇപ്രകാരം വിപരീതമായി വരുന്ന ഫലത്തെയും അതുപോലെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തി ഈ 3 അവസ്ഥകളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെയും മനസ്സിലാക്കിയിട്ട് ആ സുഖഭോഗങ്ങളും ഐഹികമായ സുഖഭോഗങ്ങൾ ലേശവും ആഗ്രഹിക്കാതെ വിവേകത്തെ മനസ്സിലാക്കി വിവേകപൂർവം നല്ല ശാസ്ത്രങ്ങളെയും നല്ല സദ്ഗുരുവിനെയും സേവിച്ച് സിദ്ധിക്കുന്ന പരോക്ഷവും അപരോക്ഷവുമായ ആത്മജ്ഞാനത്താൽ സംതൃപ്തനായി പുരുഷൻ എന്നിൽ പരമപ്രേമ ലക്ഷണയായ ഭക്തിയുള്ളവനായി ഭവിക്കണം. ഈ സംതൃപ്തോ എന്നുള്ള വാക്കിനിടെ അത് ചില പുസ്തകങ്ങളിൽ സന്തുഷ്ടോ എന്ന് കാണാം. അതൊന്നും നിങ്ങൾ തിരുത്താൻ പോകണ്ട. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ വായിച്ചാൽ മതി കേട്ടോ. അത് രണ്ടും ഒന്നർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളതും നമ്മൾ എപ്പോഴും പറഞ്ഞു വരുന്ന മനുഷ്യന് ദുഃഖഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള സുഖഭോഗങ്ങളെ ആഗ്രഹിക്കാതെ ഈ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കും. ആ കാമങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞത് കിട്ടിയില്ലെങ്കിലും ദുഃഖം, അത് കിട്ടിയാലും അത് കളയാതിരിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ദുഃഖം, പിന്നെ അത് സൂക്ഷിച്ചു വെക്കാനുള്ള ദുഃഖം, ഇതെല്ലാം ദുഃഖമാണ്. ഈ സാധനങ്ങൾ ഉപഭോഗ വസ്തുക്കൾ മുഴുവൻ ദുഃഖകരമാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്നേ പറയുന്നുള്ളൂ. ഏതാവാനേവ മനുജൈർ നിർത്തുക യോഗ നൈപുണബുദ്ധിഭിഃ സ്വാർത്ഥഃ സർവാത്മനാ ജ്ഞേയോ യത് പരാത്മൈകദർശനം. പരാത്മ ഏകദർശനം. ഏതാവാനേവ മനുജൈർ അവിടെ നിർത്തണേ. യോഗ നൈപുണബുദ്ധിഭിഃ സ്വാർത്ഥഃ സർവാത്മനാ ജ്ഞേയോ യത് പരാത്മൈകദർശനം. യോഗത്താൽ നിർമ്മലമായ ബുദ്ധിയോടുകൂടി
യോഗ ഏതാവാനേവ മനുജൻ യോഗ നൈപുണ ബുദ്ധിയോടുകൂടിയ മനുഷ്യരാൽ ഇത്രമാത്രം തന്നെ പ്രയോജനം എന്ന് സർവാത്മഭാവത്തോടുകൂടി എല്ലാത്തിനെയും ഒരു ഭാവത്തോടുകൂടി പരമാത്മൈക ദർശനം പരമാത്മാവിനെയും ജീവാത്മാവിൻ്റെയും ഏകമായ ദർശനം അതിന് മനസ്സിലാക്കാൻ എളുപ്പമാർഗം. ത്വമേതത് ശ്രദ്ധയാ രാജൻ നാക്കുക, പിന്നെ അപ്രമത്തോ നാക്കുക. രാജൻ അപ്രമത്തോ വചോ മമ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ധാരയന്നാശു സിദ്ധ്യസി. ത്വമേത ശ്രദ്ധയാ രാജൻ അപ്രമത്തോ വചോ മമ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ധാരയന്നാശു സിദ്ധ്യസി. അങ്ങ് പ്രമാദരഹിതനായിട്ട് വിശ്വാസപൂർവ്വം മനസ്സുരുത്തി കേൾക്കുക. ശാസ്ത്രസാര ജ്ഞാനവും ആത്മാനുഭാവവും വേഗത്തിൽ ലഭിച്ച് കൃതാർത്ഥനാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ജ്ഞാനവിജ്ഞാനയുക്തനായിട്ട് വളരെ ശീഘ്രം സിദ്ധനാകും എന്ന് അനുഗ്രഹിക്കുന്നു. എൻ്റെ ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് മമ വാച ധരിക്കുന്നവനായിട്ട് ജ്ഞാനവിജ്ഞാന സമ്പന്നനായിട്ട് തീരും എന്ന്. ശ്രീ ശുക ഉവാച ആശ്വാസ്യ ഭഗവാനിദ്ധം ചിത്രകേതും ജഗദ്ഗുരുഃ പശ്യതസ്തസ്യ വിശ്വാത്മാ തതശ്ചാന്തർദധേ ഹരിഃ. ആശ്വാസ്യ ഭഗവാനിദ്ധം ചിത്രകേതും ജഗദ്ഗുരുഃ പശ്യതസ്തസ്യ വിശ്വാത്മാ തതശ്ചാന്തർദധേ ഹരിഃ. ഈ ജഗദ്ഗുരു ലോകങ്ങളുടെ എല്ലാ പരമ ഉപദേഷ്ടാവാണ് ഭഗവാൻ. ഐശ്വര്യപൂർണനായ ഹരി ആദിശേഷൻ. ഹരി ഇവിടെ ആദിശേഷനാണ്. ആദിശേഷനെ കാണുന്നത് കൊണ്ട് ഇപ്രകാരം ചിത്രകേതുവിനെ ആശ്വസിപ്പിച്ചിട്ട് വിശ്വാത്മാ ലോകസ്വരൂപൻ തസ്യ പശ്യത അവൻ നോക്കി നിൽക്കെ അന്തർദധേ നോക്കി നിൽക്കെ മറഞ്ഞുപോയി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപനിരൂപണപ്രകരണേ ഭക്തിയോഗനിരൂപണം നാമ ഷോഡശോऽധ്യായः. ഓം നമോ ഭഗവതേ വാസുദേവായ.